പല്ലവി ഒന്ന് പാടാൻ പറഞ്ഞിട്ട് പാടിയോ? ഫോൺ കോൾ വന്നു, നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നു, എന്നിട്ട് ഇതിന്റെ നെഗറ്റീവ് ആണെന്ന് വ്യാഖ്യാനിക്കുന്നു. ഏയ്, നിങ്ങളിത് എങ്ങോട്ടാ പറഞ്ഞു കേറുന്നേ? ആരോടാണ് ഇവിടെ സംസാരിക്കുന്നേ? സർ കോറസ് ഓക്കെ അല്ലേ? ഗുഡ്. ഒരു മാഡത്തിന് ലിറിക്സ് കൊടുത്തേക്കൂ. കോറസ് നിങ്ങൾ ഓക്കെയാണ്? വെൽ ഡൺ. പുറത്തേക്ക് വന്നോളൂ. മാഡം എക്സ്ക്യൂസ് മീ, നമുക്ക് പാട്ടൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ, മതി മതി. മാഡം ഡയറക്ടർ പറഞ്ഞായിരുന്നല്ലോ ആ ഫീലിന്റെ കാര്യം. മതി, ഞാൻ നോക്കിക്കോളാം. ജാടയാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഇവളുമാർക്ക് മനുഷ്യരെ പോലെ പെരുമാറിയാൽ എന്താ കുഴപ്പം? എവളൊക്കെ എവിടുന്ന് വരും സാറേ? ആകാശത്തുനിന്നോ? മതിയടോ, പ്രത്യേകതകൾ ഒരുപാടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഭാഷകൾ മുഴുവൻ ഹിറ്റ്, താമസിയാതെ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം, സോഷ്യൽ മീഡിയയിലെ വമ്പൻ താരം. കാണാത്ത രാജ്യങ്ങളില്ല. വിട്ടുകളാ, ഞാൻ സംസാരിച്ചോളാം. അനു, ഞാൻ 4:30 മുമ്പ് വരും. അല്ല, നീ ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ? ഈ ഫുൾ ടൈം പ്രോഗ്രാം ചെയ്ത് മടുത്തന്നെ. അതൊക്കെ ശരിയാ. ആരാധന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി മടുത്തു തുടങ്ങി. കുറച്ചു കാലം എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ എന്ന് ആലോചിക്കുക. ശരി. നമുക്ക് ആ പല്ലവി നോക്കാം. റിഹേഴ്സൽ വേണോ? അത് വേണം മാഡം. അതില്ല ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. അത് നിങ്ങളുടെ ശീലമല്ലേ. ഞാൻ റിഹേഴ്സൽ ചെയ്യാറില്ല. സ്ട്രേറ്റ് ടേക്ക് ആണ്. സോറി മാഡം, ഇത് കുറച്ച് വ്യത്യസ്തമായ സ്വരസ്ഥാനങ്ങളാണ്. അതൊക്കെ ഇന്ന് രാവിലെ നിങ്ങളിരുന്ന് ഉണ്ടാക്കിയതല്ലോ, ഓൾറെഡി ഉള്ളതല്ലേ. സോങ് എനിക്ക് മനസ്സിലായി, ഞാൻ പാടിക്കോളാം. ഓക്കെ ശരി മാഡം, നമുക്ക് ആ പല്ലവി ഒന്ന് നോക്കാം. ഓക്കെ. ഘനശ്യാമ മോഹന കൃഷ്ണ. മാഡം കുറച്ചുകൂടി ഇമോഷണൽ ആവണം, നല്ല ഫീൽ വേണം. ക്ലാസ് എടുക്കണ്ട, എനിക്കറിയാം എന്ത് ഫീലാ കൊടുക്കണ്ടെന്ന്. എക്സ്ക്യൂസ് മീ. കിരൺ, കിട്ടി. ഞാൻ ഇപ്പോഴാ കണ്ടത്. യെസ്, ഞാൻ റെക്കോർഡിംഗില്ല. ഓ, അതൊന്നുമില്ല. നിന്റെ മെസ്സേജ് വന്നാ പിന്നെ എന്ത് റെക്കോർഡിംഗ്? അവരിവിടെ വെയിറ്റ് ചെയ്തോളും. അതെ, നാളെ ഹൈദരാബാദ്, മറ്റന്നാ മുംബൈ. അത് കഴിഞ്ഞാ പിന്നെ 14 ദിവസം ത്രൂ ഔട്ട് പ്രോഗ്രാമാ. യുഎസും കാനഡയൊക്കെ. അവനോടൊന്ന് വിളിക്കാൻ പറയണേ. ഞാൻ റെക്കോർഡിംഗ് തീർത്തിട്ട് നിന്നെ വിളിക്കാം. അപ്പൊ നമ്മളെവിടെ നിർത്തിയേ? അത് മാഡം
പല്ലവി ഘനശ്യാമ മോഹന കൃഷ്ണ നിങ്ങളുടെ ഈ സോങ്ങിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഒരു പോസിറ്റീവ് വൈബ് ഇല്ല. മാഡത്തിന് പോണെന്ന് പറഞ്ഞു. പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ യാ പോകുന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അതിനു മുമ്പ് പറ്റുവാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ 1 month ഞാൻ തിരിച്ചു വന്നിട്ട്. അയ്യോ മാഡം അതൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ മാഡത്തിന്റെ തിരക്ക് കാരണം നമ്മൾ 10 ദിവസം വൈകി. നാളെ രാവിലെ തന്നെ ആ പ്രൊഡ്യൂസർ എടുത്ത് ഡേറ്റ് പറഞ്ഞിരിക്കുക. കൊടുത്തേ പറ്റൂ എനിക്ക്. എങ്കിലായിക്കോട്ടെ. ഹേയ്, where are you? ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നിനക്ക് മെസ്സേജ് ചെയ്താ. എവളൊന്നും ശരിയാവില്ലേ? എന്നിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നേ? ഇപ്പോഴാണോ എഴുന്നേറ്റേ? ഇന്നലെ എന്തായിരുന്നു പരിപാടി? എനിക്ക് മനസ്സിലായി. വന്നിടന്നിട്ട് ബോധം ഉണ്ടായിട്ട് വേണ്ടേ? കൊതിയാവുന്നു നിന്റെയൊക്കെ ലൈഫ് കണ്ടിട്ട്. ആ റെക്കോർഡിങ്ങില ഒരു മലയാളം മൂവി. മ്യൂസിക് ഡയറക്ടർ ഏതോ ഒരു പേര്. ഞാൻ ഫ്രീ ആയിട്ട് നിന്നെ അങ്ങോട്ട് വിളിച്ചാ മതിയോ? ഓക്കെ. ചെല്ലമ്മ, പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഒട്ടും പോസിറ്റീവ് അല്ല. ശരി മാഡം, എന്താ പോസിറ്റീവ് അല്ല തോന്നിയത്? ഈ പാട്ടിന്റെ ട്യൂണോ അതോ ഇതിലെ വരികളോ? ഇത്രയും സമയമായല്ലോ മാഡം ഇവിടെ വന്നിട്ട്. ഒന്ന് വായിച്ചു നോക്കിയോ? പല്ലവി ഒന്ന് പാടാൻ പറഞ്ഞിട്ട് പാടിയോ? ഫോൺ കോൾ വന്നു, നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നു, എന്നിട്ട് ഇതിന്റെ നെഗറ്റീവ് ആണെന്ന് വ്യാഖ്യാനിക്കുന്നു. ഏയ്, നിങ്ങളിത് എങ്ങോട്ടാ പറഞ്ഞു കേറുന്നേ? ആരോടാണ് താ സംസാരിക്കുന്നേ? ഞാനേ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല മാഡം. ഒരു കലാകാരിക്ക് ചേരുന്ന കാര്യമല്ലത്. ഇത്ര ആളുകൾ എത്ര നേരമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയോ? അവരെയൊക്കെ അവമാനിക്കുന്ന രീതി നിങ്ങൾക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നു? തന്റെ പാട്ട് ഞാൻ പാടില്ലെങ്കിൽ എന്താ കുഴപ്പം? തന്റെ പാട്ട് ഞാൻ പാടുന്നില്ല. എന്നെ കാത്തിരിക്കുന്ന ഒത്തിരി സ്റ്റുഡിയോകളുണ്ട്.